നമ്മൾ എന്തിനാണ് ഇപ്പോൾ മുസ്ലിങ്ങൾ നോമ്പ് പിടിക്കുന്നതെന്ന് പോലും എനിക്കറിയാൻ വയ്യ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കേ. അതായത് പണ്ട് നമ്മുടെ നോമ്പ് റമദാൻ മാസം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കഷ്ടത അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഭക്ഷണം കിട്ടാത്തവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു സെറ്റപ്പാണ്. ഇന്നിപ്പോൾ ഞാൻ അവിടെ ദുബായിൽ നമ്മുടെ കരാമ പള്ളിയിലായിരുന്നു വീട്ടിൽ നോമ്പ് കുറിക്കാനായിട്ട് വന്നത്. ഇവിടെ വേറെ ഒന്നും ഞാനടക്കമുള്ള എല്ലാവരും നമ്മൾ കാണിക്കുന്നത് അനാമത്ത് തന്നെയാണെന്ന് എനിക്കും അറിയാം. കാര്യം ഏറ്റവും കൂടുതൽ വെറൈറ്റി ഭക്ഷണങ്ങൾ കിട്ടുന്ന എപ്പോഴാണ്? റമദാൻ ഫെസ്റ്റിവൽ, ഫുഡ് ഫെസ്റ്റിവൽ, പല ടൈപ്പിലുള്ള പരിപാടികളുള്ളത് റമദാൻ മാസത്തിലാണ്. ഇതിലൊന്നും ഞാൻ ഒരു കുറ്റവും പറഞ്ഞില്ല. കാര്യം നമ്മൾ നന്നാവാതെ നാട്ടിനെ വെറുതെ ഇവിടുന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമുക്കെല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോൾ ഒരു പള്ളിയിൽ നമ്മളിപ്പോൾ നോമ്പ് മുറിക്കാൻ ചെല്ലുന്ന സമയത്ത് അവിടെ അർഹതപ്പെട്ടവരാദ്യം ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, അവർക്ക് ഉജീനം കിട്ടിയോന്ന് അറിഞ്ഞിട്ട് മാത്രമെങ്കിലും നമ്മൾ ആ ഒരു ഭക്ഷണം വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല ഞാനീ പറയുന്നത്. ഇവിടെ നമുക്കെല്ലാവർക്കും ഒരു നേരം, അതായത് നമ്മളൊക്കെ ഒരു നേരം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാൻ കെൽപ്പുള്ള ആൾക്കാരാണ് കൂടുതലും ആൾക്കാർ. പക്ഷെ അങ്ങനെ അല്ലാതെ ഒരു പള്ളിയിൽ നിന്ന് കിട്ടുന്ന ഉജീനം മാത്രം വിശ്വസിച്ച് വരുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഉജീനം വാങ്ങിച്ചിട്ടില്ലെങ്കിൽ പരമാവധി നിങ്ങളങ്ങ് എണീച്ച് മാറിയിട്ട് അവർക്ക് അങ്ങനെയുള്ളവർക്ക് ഓപ്ഷനായിട്ട് കൊടുക്കുക. കാര്യം നമുക്ക് ഇവിടുത്തെ ഒരു ഉജീനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അർഹതപ്പെട്ട ഒരാളുടെ ഒരു സാധ്യതയാണ് നമ്മൾ തട്ടിക്കളയുന്നത്. ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അറ്റ്ലീസ്റ്റ് ഈ ഒരു സംഭവമെങ്കിലും നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാര്യം റമദാൻ മാസമായിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് പാവമാണ്. അപ്പം അറ്റ്ലീസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങളെങ്കിലും വെറുതെ ചെയ്ത് മാറ്റാനായിട്ട് ശ്രമിക്കുക.